ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ അങ്ങനെ കോക്ടോ വില്ലേജിലെ സ്റ്റേ ഒക്കെ കഴിഞ്ഞു. ചെക്കൗട്ട് ചെയ്ത് ഞങ്ങൾ അൽമാട്ടി ടൂറിന് വേണ്ടിയിട്ട് സിറ്റിയിലോട്ട് വന്നതാണ്. അപ്പോൾ ഓൾമോസ്റ്റ് ഉച്ചയായി. അപ്പോൾ എന്താണ്, ഫുഡാണ് മുഖ്യം അല്ലേ? അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റിൽ കയറി. നല്ല അടിപൊളി ഫുഡായിരുന്നു. ഞാൻ ഇതുവരെ കഴിച്ചതിൽ എനിക്ക് ഏറ്റവും, ഇപ്പോഴും നമ്മൾ പറയില്ലേ ടേസ്റ്റ് ഇങ്ങനെ നമുക്ക് വായിലുണ്ടെന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു ടേസ്റ്റ്, അടിപൊളി ഫുഡായിരുന്നു. അവരുടെ നൂഡിൽസൊക്കെ അവരവിടെ തന്നെ ലൈവായിട്ട് ഉണ്ടാക്കുവാണ്. പിന്നെ നമ്മൾ ഓർഡർ കൊടുക്കുന്നതിനനുസരിച്ച് അതിൽ സോസും മിക്സൊക്കെ ചെയ്ത് നമുക്ക് സെർവ് ചെയ്യും. നല്ല അടിപൊളി സൂപ്പി നൂഡിൽസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ലാസ്റ്റ് ഡേ ഇൻ അൽമാട്ടിയാണ്. ലാസ്റ്റ് ഡേ ഇന്നലെ, കഴിഞ്ഞ 2 ദിവസം ഞങ്ങളൊരു വുഡ്സ് എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ കോക്ടോബിനടുത്ത് കോക്ടോബ് വില്ലേജ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു റിസോർട്ടും പറയാൻ പറ്റില്ല, ഒരു ഹോം സ്റ്റേ, അവിടെയായിരുന്നു സ്റ്റേ. അവിടെ നിന്ന് കഴിഞ്ഞിട്ട് ഇന്ന് നേരെ അവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്ത് ഇവിടെ അർബാത്ത് സ്ട്രീറ്റിലൊരു അപ്പാർട്ട്മെൻറ്റിൽ ചെക്ക് ഇൻ ചെയ്തു. എന്നിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് അതിനടുത്ത് തന്നെയുള്ളൊരു ചൈനീസ് റെസ്റ്റോറൻറ്റ്, അടിപൊളി റെസ്റ്റോറൻ്റ് ആയിരുന്നു, ഒതൻറ്റിക് ചൈനീസ് റെസ്റ്റോറൻ്റ് ആയിരുന്നു. അവിടെ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചു. എന്നിട്ട് ഞങ്ങൾ സെൻഗോവ് കത്തീഡ്രലിലോട്ട് നടക്കുക. ഇവിടെ നിന്നൊരു 10 മിനിറ്റ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളങ്ങനെ സെൻഗോവ് കത്തീഡ്രലിലോട്ട് നടക്കുക. അവിടെ നിന്ന് പാർക്കും കണ്ട്, പിന്നെ ചോക്ലേറ്റ് ഫാക്ടറി ഉണ്ടെന്ന് പറഞ്ഞു. ചോക്ലേറ്റ് ഫാക്ടറിയൊക്കെ കണ്ടിട്ട് തിരിച്ച് റൂമിലോട്ട് പോകാനുള്ള പ്ലാനാണ്. ഇന്ന് ഞങ്ങൾ കോക്ടോ വില്ലേജ് എന്ന് പറഞ്ഞാൽ ആ സ്റ്റേയിൽ താമസിച്ചിരുന്ന ആദ്യത്തെ ദിവസം രാത്രി ചെറുതായിട്ട് മഞ്ഞ് പെയ്തു, സ്നോഫോൾ ഉണ്ടായിരുന്നു. പക്ഷെ അത്ര ഹെവി ഫോളല്ല, കാരണം ഞങ്ങൾ വന്ന ഡേ അത്യാവശ്യം ഹെവി സ്നോഫോൾ ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങൾക്ക് നൈറ്റ് ആയത് കാരണം, പിന്നെ ഞങ്ങൾ വന്ന ആ ഒരു ടയേർഡൊക്കെ കാരണം അങ്ങനെ പുറത്തിറങ്ങി കാണാനൊന്നും പറ്റിയില്ല. ഇത്തവണ അത്യാവശ്യം സ്നോഫോൾ കാണുമെന്ന് വിചാരിച്ചു കഴിഞ്ഞ ദിവസം, പക്ഷേ സ്നോഫോൾ ഉണ്ടായില്ല, ഹെവി ആയിട്ടുണ്ടായില്ല, ചെറിയ സ്നോഫോൾ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അപ്പോൾ ഞങ്ങൾ വന്ന ടൈമിൽ ഇവിടെ ഫുള്ളിങ്ങനെ മഞ്ഞൊക്കെ പെയ്ത് മരത്തിലൊക്കെ ഫുള്ളും മഞ്ഞൊക്കെ തങ്ങി നിന്ന് നല്ല ഭംഗിയായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ഭംഗിയൊക്കെ ഇങ്ങനെ കുറഞ്ഞ് വരുന്നുണ്ട്. മഞ്ഞിൽ ഇങ്ങനെ അഴുക്കൊക്കെ ആയിട്ട് കളറൊക്കെ മാറി, പിന്നെ കുറേ മഞ്ഞൊക്കെ അലിഞ്ഞു പോയി, അങ്ങനെയൊക്കെ ഒരു ലുക്ക് കുറഞ്ഞു. ആദ്യം നല്ല ഭംഗിയായിരുന്നു മഞ്ഞിൻ്റെ. ഇതൊക്കെ നല്ലൊരു കാര്യമാണ് ആക്ച്വലി. ഇപ്പോൾ നമ്മൾ ഫോറിനിൽ അങ്ങനത്തെ ഏതെങ്കിലുമൊക്കെ കൺട്രിയിൽ വരുമ്പോൾ മാത്രമേ നമുക്കിതൊരു ഭയങ്കര സംഭവമായിട്ട് നമുക്ക് മനസ്സിലാവുള്ളൂ. എല്ലാവരും വെയിറ്റ് ചെയ്യും, സിഗ്നലായാൽ മാത്രമേ ക്രോസ് ചെയ്യുള്ളൂ. നോർമൽ റോഡിലൊക്കെ ആണെങ്കിൽ ആൾക്കാർ ക്രോസ് ചെയ്യുന്ന ടൈമായാൽ പോലും, ക്രോസ് ചെയ്യുന്ന ടൈമിൽ ഇപ്പോൾ ഇതിപ്പോൾ സിഗ്നൽ ഉള്ളത് കാരണം, സിഗ്നൽ ഇല്ലാത്ത റോഡൊക്കെ ആണെങ്കിൽ ആൾക്കാർ ക്രോസ് ചെയ്യുമ്പോൾ അവർ വണ്ടിക്കാർ നല്ലോണം സ്ലോ ചെയ്ത് നിർത്തി കൊടുക്കും. നമ്മൾ ക്രോസ് ചെയ്ത് പോയതിന് ശേഷം മാത്രമേ അവർ വണ്ടി എടുക്കുള്ളൂ. അപ്പോൾ ഇതാണ് പാർക്ക്. ഇതാണ് സെൻഗോവ് കത്തീഡ്രൽ. നമ്മൾ ജസ്റ്റ് ഒരു 500 മീറ്റർ ഉണ്ടായോ അവിടെ നിന്ന്, ആ സിഗ്നലിൽ നിന്ന്? ഇല്ലല്ലേ, ഒരു 500 മീറ്ററിന് താഴെ നടക്കാനുള്ളൂ. അപ്പോഴത്തേക്കും കത്തീഡ്രൽ എത്തി. ഇനി ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് രാഹ്മത്ത്, അങ്ങനെയാണോ? അല്ല, വേറെ 28 പാർക്സ്മെൻറ്റോ, അങ്ങനെ ഒരു പാർക്കുണ്ട്, സ്റ്റാച്ചു ആണെന്ന് തോന്നുന്നു. ജസ്റ്റ് നോക്കാം നമുക്ക്. പിന്നെ ചോക്ലേറ്റ് ഫാക്ടറി ഉണ്ട്. ചോക്ലേറ്റ് ഫാക്ടറി ഇല്ലേ, ക്യാൻഡി ചോക്ലേറ്റ് ഫാക്ടറി ഉണ്ട്. ഓ, ഇതിന് പുറത്താണോ? ഞാൻ ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ്. അവിടെ ചെറിയൊരു പാർക്ക് പോലെയൊക്കെ ഉണ്ട് പിള്ളേർക്ക് കളിക്കാനൊക്കെ ആയിട്ട്. ഈ കത്തീഡ്രലിൻ്റെ സൈഡിൽ കൂടി നടക്കുമ്പോഴാണ് 28 ഗാർഡ്സ്മെൻ ആണ്. ഞാൻ നേരത്തെ ഒന്ന് പാർക്സ്മെൻ എന്ന് അങ്ങനെ കണ്ടാണ് പറഞ്ഞത്. 28 ഗാർഡ്സ്മെൻ എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റാച്ചു ഒക്കെ ആയിട്ട്
ഇത് വാട്ടർ ഫൗണ്ടെയിൻ ആണ്, ഇപ്പോൾ ക്ലോസ്ഡ്. ഓക്കെ, കത്തീഡ്രലിൻ്റെ ഉള്ളിൽ പോകാൻ തോന്നുന്നു. എടാ ഇതിൻ്റെ ഉള്ളിൽ നല്ല സൈലൻസാണ്. പിന്നെ ഞാൻ കയറിയപ്പോൾ അവിടെ സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. പുള്ളി പറഞ്ഞു ഞാൻ ജാക്കറ്റ് ഇട്ടിട്ടുണ്ട്, പക്ഷേ ജാക്കറ്റിൻ്റെ ക്യാപ്പ് ഇട്ടിട്ടുണ്ടായില്ല. അപ്പോൾ ആ പുള്ളി പറഞ്ഞു ക്യാപ്പ് ഇട്ടിട്ട് ഉള്ളിലോട്ട് കയറാൻ പറഞ്ഞു. ഞാൻ ജസ്റ്റ് ഉള്ളിലോട്ട് വന്നു. അടിപൊളി, നല്ല ഭംഗിയായിട്ടുണ്ട്. എല്ലാം ഒരു ഗോൾഡൻ തീമാണ്. ഗോൾഡിൽ ആ ലൈറ്റ് അടിച്ചിട്ട് ഭയങ്കരമായിട്ട് ഗ്ലോ ചെയ്യുന്നുണ്ട്. അവിടെ നിറയെ പ്രാവുകളുണ്ട്. അങ്ങനെ ഫുഡൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ വഴി ഫുള്ളിങ്ങനെ പ്രാവ് നിറഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ സൈഡിൽ തന്നെ ആൾക്കാരിങ്ങനെ പ്രാവിന് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ സെയിലും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള പോലെ ഫുഡൊക്കെ മേടിച്ച് പ്രാവിന് കൊടുക്കാം. ആക്ച്വലി ഈ പ്രാവിങ്ങനെ കൂട്ടത്തോടെ വരുമ്പോൾ അവർക്ക് ഒട്ടും പേടിയില്ല കേട്ടോ. നമ്മൾ അടുത്തൂടെ നടന്നു പോയാലും അവരങ്ങനെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കും. ശരിക്കും നമ്മൾ പ്ലാസ്റ്റിക് ക്രിസ്മസ് ട്രീ മേടിച്ച് വയ്ക്കില്ലേ, അതുപോലത്തെ ട്രീ ആണ്. ചർച്ചിൻ്റെ അവിടെ നിന്ന് കുറച്ച് ഫ്രണ്ടിലോട്ട് നടക്കുമ്പോൾ
നമ്പർ 28 ഗാർഡ്സ്മാൻ്റെ സ്റ്റാച്ചു വരുന്നുണ്ട്. ഇതൊക്കെ ഫേസ് കാണാൻ പറ്റുന്നുണ്ട്. ഓരോ ആൾക്കാരുടെ ഫേസ് കാർവ് ചെയ്ത് വെച്ചേക്കാണ്. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ക്യാബിന് പോയപ്പോൾ കണ്ട സാധനമാണോ ഇത്? ഇതണയാതെ കത്തിക്കുന്നതെന്ന് തോന്നുന്നു. റെസ്പെക്റ്റിൻ്റെ ഭാഗമായിട്ട് കുറേ ഇന്ത്യൻസൊക്കെ ഉണ്ട് ഇവിടെ. സോനിയാസ് ഉണ്ട് വാങ്ങുന്ന ആണെന്ന് തോന്നുന്നു. അതാണ് നമുക്ക് പോകേണ്ട ചോക്ലേറ്റ് ഫാക്ടറി. ലോട്ടെ റാഖത്ത് ഇങ്ങനെ കണ്ടാണ്. റാഖത്ത് ഇവിടെ സിഗ്നൽ ഇല്ലെങ്കിൽ ആരെങ്കിലും ക്രോസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ അവർ വണ്ടി എല്ലാം നിർത്തി കൊടുക്കും. എല്ലാവരും ക്രോസ് ചെയ്ത് പോയതിന് ശേഷം മാത്രമേ വണ്ടി എടുക്കത്തുള്ളൂ. അതുപോലെ ഒരിടത്തും വേസ്റ്റ് അവരങ്ങനെ ഇടാറില്ല. എല്ലാം രാഹുൽ ഗ്രീൻ മാർക്കറ്റ് അടിപൊളി. അങ്ങനെ വേസ്റ്റിനെല്ലാം ബിന്ന് അവിടെ വെച്ചിട്ടുണ്ടാവും. അതിലെല്ലാവരും വേസ്റ്റ് ബിന്നൊക്കെ യൂസ് ചെയ്യും. ആരും തറയിൽ വെറുതെ ലിറ്റർ ചെയ്യത്തില്ല. നല്ല അടിപൊളി ഡിസൈനുള്ള സെറാമിക് പ്ലേറ്റ്സ്. നല്ല മണം. നല്ല എന്താണ് മിൽക്കി ബാറിൻ്റെ ഒക്കെ മണം അല്ലേ? മിൽക്ക് ചോക്ലേറ്റിൻ്റെ ഒക്കെ. ആൻഡ് ബ്ലൂ. This one blue one. Kazakh. Blue one. And This one. first one. Yours? Yeah. What is that? Milk chocolate? Milk chocolate. Okay. ഇത്രയും പോരെ? സ്നാച്ച്. Snacks one. Packet. Packet. Sure. എല്ലാത്തിൻ്റെ മിക്സ്. അത് രണ്ടെണ്ണം. അതിൻ്റെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഗ്രീൻ മാർക്കറ്റിൽ വന്നിട്ട് ഈ ഒരു മാർക്കറ്റിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ നിന്ന് ടാക്സി പിടിച്ചു. അപ്പോൾ ഞങ്ങളിത് മിസ്സായില്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾക്ക് കുറച്ച് ഫ്രീ ടൈം കിട്ടിയപ്പോൾ ഈ മാർക്കറ്റിൽ വന്നു. ഇവിടെ അത്യാവശ്യം വില കുറവുണ്ട് കേട്ടോ. ഇവിടെ കൂടുതലും ഡ്രസ്സ്, തെർമൽസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ ജാക്കറ്റ്, ക്യാപ്പ്, ഗ്ലൗസ്, സോക്സിനൊക്കെ 200 രൂപ 350 രൂപയൊക്കെ ഉള്ളൂ നമ്മുടെ നാട്ടിലെ റേറ്റ്. അത് ഇച്ചിരി കൂടെ ബാർഗെയിൻ ചെയ്ത് അവർ കുറച്ച് തരും. അപ്പോൾ നമ്മൾ വെറുതെ ഫ്രിഡ്ജ് മാഗ്നറ്റൊക്കെ ചോദിച്ചപ്പോൾ 1000 ടെങ്കെ പറഞ്ഞു, 1500 ടെങ്കെ പറഞ്ഞു. അത് ഞങ്ങൾ ജസ്റ്റ് ഡിസ്കൗണ്ട് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ 200 ടെങ്കെ കുറച്ചൊക്കെ തന്നു. അപ്പം ഇവിടെ അത്യാവശ്യം വില കുറവുണ്ട്. ബാർഗെയിനിങ് ചെയ്താലും നടക്കും. പിന്നെ ഇവിടെ കൂടുതലും ഡ്രസ്സാണ്. മറ്റേ ഗ്രീൻ മാർക്കറ്റിൻ്റെ പോലെ അല്ല, ഡ്രസ്സും കാര്യങ്ങളും ഒക്കെയാണ്. ഗ്രീൻ മാർക്കറ്റിൻ്റെ തൊട്ട് സൈഡിലുള്ളതാണ്. കസാക്കി ട്രഡീഷണൽ ഡ്രസ്സസൊക്കെ ഉണ്ട്. ഇവിടെ ഒത്തിരി ബീനി ക്യാപ്പും ഒത്തിരി സാധനങ്ങളുണ്ട്. നമുക്ക്
കോൾഡിന് ആവശ്യമായിട്ടുള്ള ഗ്ലൗസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ താഴോട്ട് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഉണ്ട് രാഹുൽ. സാധനം ഭയങ്കര ട്രെൻഡി ആയിട്ടുള്ള സാധനമാണ്. അറിയില്ല ഈ പറഞ്ഞ പോലെ. സോക്സ് എനിക്ക് വാങ്ങിയാൽ കൊള്ളാമെന്നുണ്ട്. ആ അറ്റത്ത് മറ്റേ നല്ല കംഫർട്ടായിട്ട് വരുന്ന അങ്ങനത്തെ. ഞാൻ സോക്സ് ഇട്ടാ കിടക്കണേ. ഇത് ഗ്രീൻ മാർക്കറ്റിൻ്റെ തന്നെ സൈഡിൽ ഇലക്ട്രോണിക്സും പിന്നെ നമ്മുടെ പ്ലംബിങ്ങിൻ്റെയും ടോയ്ലറ്ററീസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിട്ടുള്ളൊരു ഷോപ്പ്. ബ്രഷ്, ലോക്ക്, അങ്ങനത്തെയൊക്കെ സാധനങ്ങളുള്ള ഷോപ്സ്. ബാസ്ക്കറ്റ്, പാത്രങ്ങൾ, കെറ്റിൽ, ലൈറ്റ് കൊള്ളാം. ഇതൊക്കെ എനിക്ക് തോന്നുന്നു ടേബിൾ മാറ്റാണെന്ന് തോന്നുന്നു. ഇവിടെ ഫാസറ്റ് ഇല്ലല്ലോ, അപ്പോൾ അവർ അതിന് പകരം ടോയ്ലറ്റിൽ വെക്കുന്ന ഒരു സാധനം ഇത്. ഇതിൽ വെള്ളം നിറച്ചിട്ട് വേണം നമുക്ക് കാര്യം സാധിക്കും. ഹായ്, നല്ല രസമുണ്ട്. വീണത് 4800. ഇവിടെ എന്തെങ്കിലും അത് 3800. ഇതൊക്കെ കുറവാണ് രാഹുൽ. എനിക്ക് ഈ ബ്ലൂ നല്ല ഇഷ്ടപ്പെട്ട്. ആ ഗ്രീനൊക്കെ കൊള്ളാലോ. ഇവിടെ കൂടുതലും ഡെക്കറേറ്റീവ് ഐറ്റംസ്, സെറാമിക്കിൻ്റെ അങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ. ഇവിടെ അത്യാവശ്യം വില കുഴപ്പമില്ല, ഒരുവിധം കുഴപ്പമില്ലാത്ത റേറ്റ് ഉണ്ട്. പക്ഷെ ബാഗൊക്കെ 2000, അതായത് നമ്മുടെ നാട്ടിലെ 2000 രൂപ പറഞ്ഞു. 12,000 ടെങ്ക് ആ ഒരു റേറ്റ് പറഞ്ഞായിരുന്നു. അതൊക്കെ നഷ്ടമാണ്. ഈവൻ ക്വാളിറ്റിയും നമുക്കങ്ങനെ ക്വാളിറ്റി ഉണ്ട്, നല്ല ക്വാളിറ്റിയാണ്. എന്നാലും നമുക്ക് ഇതിനേക്കാളുമൊക്കെ കുറഞ്ഞ വിലയ്ക്ക് നാട്ടിൽ കിട്ടും. രാഹുലോടെ കാർപ്പറ്റിൻ്റെ വിലയൊക്കെ ചോദിക്കുന്നുണ്ട് വെറുതെ. അയ്യോ, ഇതാ മാർക്കറ്റിൻ്റെ തന്നെ വേറെ ഏതോ ഒരു സൈഡിലെത്തി ഞങ്ങൾ. പക്ഷെ വലിയ തക്കാളി ഇല്ല, ഇത് ചെറിയ തക്കാളി തന്നെ. ഇല്ല. ചോക്ലേറ്റൊക്കെ മേടിച്ചു. ഗ്രീൻ മാർക്കറ്റിൻ്റെ നെക്സ്റ്റ് പോർഷനൊക്കെ കണ്ട് അവിടെ നിന്ന് ഞങ്ങൾ പതുക്കെ ഇറങ്ങിയായിരുന്നു. എന്നിട്ട് റൂമിൽ പോയിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. പിന്നെ അന്ന് വൈകിട്ട് ഞങ്ങൾ അർബാത്ത് സ്ട്രീറ്റിലാണ് ഡിന്നറൊക്കെ കഴിക്കാൻ പോയത്. അർബാത്ത് സ്ട്രീറ്റ് എന്ന് പറയുന്നത് അൽമാട്ടിയിൽ കുറച്ച് നൈറ്റ് ലൈഫൊക്കെ ഉള്ളൊരു സ്ട്രീറ്റാണ്. വീക്കെൻഡൊക്കെ ആകുമ്പോൾ നല്ല അടിപൊളി വൈബാണ്. രണ്ട് സൈഡും അവിടെ. അപ്പോൾ അന്നേരം ആ സ്ട്രീറ്റിൽ വാഹനങ്ങളൊന്നും കടത്തിവിടില്ല. അവരിങ്ങനെ നടക്കാനും അങ്ങനത്തെ ഓപ്ഷൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ക്രിസ്മസിൻ്റെ ആ ഒരു ടൈമൊക്കെ കഴിഞ്ഞതുകൊണ്ട് അവിടുത്തെ ക്രിസ്മസ് ഡെക്കറേഷനൊക്കെ സ്റ്റിൽ ഓണായിരുന്നു. പിന്നെ ഇങ്ങനെ സ്ട്രീറ്റിൽ പാട്ടൊക്കെ വന്ന് പാടുന്നവരും ഗിറ്റാർ വായിക്കുന്നവർ, ഇൻസ്ട്രുമെൻറ്റ്സ്, പിന്നെ കുറച്ച് പ്രായമായ ആൾക്കാരൊക്കെ വന്നിട്ട് കുറേ ഇങ്ങനെ ഇൻസ്ട്രുമെൻറ്റ്സൊക്കെ വായിക്കുന്നു, പാട്ട് പാടുന്നു. അങ്ങനെ അടിപൊളിയായിട്ട് നൈറ്റ് ലൈഫുള്ള ഒരു സ്ട്രീറ്റാണ്. അപ്പോൾ ഞങ്ങൾ സ്റ്റേ എടുത്തതും അർബാത്ത് സ്ട്രീറ്റിന് അടുത്ത് തന്നെയാണ്. കാരണം നമുക്കന്ന് വൈകിട്ട് അർബാത്ത് സ്ട്രീറ്റ് പോകണം. പിന്നെ നെക്സ്റ്റ് എയർപോർട്ടിലോട്ട് പോകാനുള്ളതിനും ഒക്കെ കണക്കാക്കി ഞങ്ങൾ അർബാത്ത് സ്ട്രീറ്റിലാണ് ഒരു സ്റ്റേ എടുത്തത്. പിന്നെ ഞങ്ങൾ വെറുതെ നടക്കുമായിരുന്നു അർബാത്ത് സ്ട്രീറ്റിൽ നിന്ന്. അങ്ങനെ ഷോപ്പിംഗ് ഒന്നും ഇല്ലായിരുന്നു. നൈറ്റ് ലൈഫൊക്കെ ഒന്ന് കാണാം എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഇറങ്ങിയതായിരുന്നു.
അത്ര ക്ലിയർ അല്ലല്ലേ? അത് ഫ്രണ്ട് അല്ലേ, ബാക്ക് പിന്നെ നല്ല ക്ലിയർ ഉണ്ട്. ഇവിടുത്തെ ബാർബർ ഷോപ്പ്. ആ മുടി വെട്ടുന്നവർക്ക് തന്നെ അവരുടെ ഡ്രസ്സിങ്ങിന് തന്നെ കാശ് കൊടുക്കണം. ഞങ്ങൾ കഴിഞ്ഞ ദിവസം മെഗാ സെൻറ്ററിൽ പോയപ്പോൾ ഒരു ബാർ ആൻഡ് ഗ്രിൽ എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റിൽ പിൻറ്റ ബാർ ആൻഡ് ഗ്രിൽ എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചു. അപ്പോൾ നല്ല ഫുഡായിരുന്നു, എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞങ്ങൾ അർബാദ് സ്ട്രീറ്റിൽ വന്നപ്പോഴും സെയിം സാധനം അവിടെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ അർബാദ് സ്ട്രീറ്റിൽ വന്ന് ഫുഡ് കഴിക്കാനായിട്ട്. പക്ഷേ ഞങ്ങൾ ഉദ്ദേശിച്ച പോലെ അല്ലായിരുന്നു. ഫുള്ള് മറ്റേ ഉള്ളിൽ തന്നെ സ്മോക്കിങ്ങും പിന്നെ അത്യാവശ്യം ഡ്രിങ്ക്സൊക്കെ കഴിച്ച് നല്ല തിരക്കുള്ള, ഇരിക്കാൻ അധികം സ്പേസ് ഇല്ല, നിന്ന് ഉള്ള അങ്ങനത്തെ ഒരു സ്പേസ് ആയിരുന്നു. പിന്നെ ഞങ്ങളവിടെ നല്ല ഫുഡ് കഴിച്ചു. കാരണം ബേബിയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ നിൽക്കാൻ പറ്റില്ലല്ലോ അവിടെ. അങ്ങനെ ഞങ്ങൾ വേറൊരു റെസ്റ്റോറൻറ്റിൽ വന്നു. ഏർലി മോർണിംഗ് ഞങ്ങൾക്ക് ബാംഗ്ലൂർക്ക് ഫ്ലൈറ്റ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ ചെക്കൗട്ട് ചെയ്ത് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കീ അവിടെ അവരൊരു ബോക്സ് വെച്ചിട്ടുണ്ട്, അതിൽ ഡ്രോപ്പ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ക്യാബൊക്കെ ബുക്ക് ചെയ്ത് വെളുപ്പിനെ തന്നെ എയർപോർട്ടിലോട്ട് പോവുകയാണ്. കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഇന്ന് ഞങ്ങൾ തിരിച്ച് നാട്ടിലോട്ട് പോവുകയാണ്. ഫ്ലൈറ്റ് കയറാൻ പോവുകയാണ്. അത്യാവശ്യം നല്ല പോസ്റ്റാണ്. ഒന്നും പറയുന്ന കേൾക്കില്ല എന്നാണ് രാഹുൽ പറയുന്നത്. എന്നാലും സാരമില്ല, ഞാൻ എൻ്റെ ഒരു സമാധാനത്തിന് പറയുന്നതേ ഉള്ളൂ. നല്ല തണുപ്പുണ്ട്. നല്ല ഭയങ്കര ടയേർഡായിപ്പോയി.